അസ്സലാമു അലൈക്കും. നമ്മൾ ഓരോ ദിവസവും ഓരോരോ ആവശ്യത്തിന് വേണ്ടി അള്ളാഹു താലയോട് ദുആ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിന് ശേഷവും അള്ളാഹു താലയോട് നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? എന്നാൽ അത്തരത്തിലൊരു ദുആ ചെയ്യണമെന്നാണ് അള്ളാഹു താല നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിൽ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 127 ആയത്തിൽ കൂടി അള്ളാഹു താല ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. അള്ളാഹു താലായുടെ നിർദ്ദേശപ്രകാരം കഅബയുടെ അടിത്തറ കെട്ടിപ്പൊക്കി എന്നതിനു ശേഷം അള്ളാഹു താലായുടെ കൂട്ടുകാരനായ ഖലീലുല്ലാഹി എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു താലയോട് ചെയ്യുന്ന ദുആയാണ്. അതിൻ്റെ പ്രാധാന്യം ഇത്രത്തോളം ഉണ്ടെങ്കിൽ അള്ളാഹു താലായോട് അത് സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യുന്നതോട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോ സൽക്കർമ്മവും ചെയ്യുന്നത് അള്ളാഹു താലായുടെ അനുമതി പ്രകാരമാണെന്നും അള്ളാഹു താല അതിനൊരു അവസരം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സൽക്കർമ്മം ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫർള് നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ കൂടിയും നമുക്ക് അതിന് അള്ളാഹു താല ഒരു അവസരം നമുക്ക് നൽകുകയാണ് ഉണ്ടായത്. എത്രയോ ആൾക്കാർ ആ ഒരു അവസരം പോലും കിട്ടാതെ ആശുപത്രികളിലും വീടുകളിലും അസുഖബാധിതരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. ആ ഒരു നന്മ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത ഒരു സൽക്കർമ്മത്തിന് ശേഷം അള്ളാഹു താലയോട് ദുആ ചെയ്യണമെന്നാണ് ഈ ഒരു ദുആയിൽ കൂടി അള്ളാഹു താല നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു തൻ്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരായിരിക്കണമെന്നത്. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഈ ഒരു ദുആ ഒരു പതിവാക്കണമെന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം. അപ്പോൾ ഈ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.